ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീടിനുള്ളിൽ തന്നെ കഴിയുക, സ്റ്റേ സേഫ്. അതുപോലെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും എല്ലാം പാലിക്കുക. നമുക്കിന്നൊരു വളരെ എളുപ്പത്തിലൊരു ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണിത്. ആദ്യമായി തന്നെ ഒരു പാൻ വെച്ചു, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടിച്ചു. ഇതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തില്ല. അതിനുശേഷം കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ ഇടുന്നത് പെരുംജീരകമാണ്. അത് നിങ്ങൾക്ക് 2 ടീസ്പൂണോ 3 ടീസ്പൂണോ ഇട്ട് കൊടുക്കാം. പെരുംജീരകം ഇടുമ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് നല്ലൊരു സ്വാദ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് പെരുംജീരകം ഇട്ടത്. പെരുംജീരകം ഇട്ടതിന് ശേഷം നമ്മൾ സവാള ചെറുതായിട്ട് നേരിയതായിട്ട് ഇതേപോലെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 കിലോ ചിക്കനാണ് കറി വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിനാവശ്യമായിട്ട് ഒരു 5 സവാള എടുത്തിട്ടുണ്ട്. 5 സവാള ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഞാനിത് ചുമ്മാ ഇതൊന്ന് ചതച്ചിട്ടേക്കാണ്. ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. സവാള നല്ലതുപോലെ വഴണ്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് വെളുത്ത് വരണം, അതായത് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി 3 തക്കാളി അരിഞ്ഞത് ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മുറിച്ച് ഇട്ട് കൊടുത്താൽ മതിയാകും. നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കുക, അന്നേരം നല്ല രുചിയായിരിക്കും ചിക്കൻ കറിക്ക്. ഓക്കെ, തക്കാളിയുടെ ഷേപ്പ് ഒന്നും പ്രശ്നമല്ല, കാരണം നമ്മുടെ തക്കാളി വഴണ്ടതിന് ശേഷം അത് അലിഞ്ഞങ്ങ് ചേർന്നുകൊള്ളും. അന്നേരം ഷേപ്പ് ഒന്നും ഒരു പ്രശ്നമേ അല്ല. ഓക്കെ, ഇത് വഴണ്ട് ഈ ഒരു സ്റ്റേജ് വരെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒന്ന് മാഷായിട്ട് വരുന്നത് പോലെ കിട്ടണം. അല്ല എങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, നല്ലതുപോലെ കുഴഞ്ഞു വരുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. കൂടുതൽ വഴറ്റും തോറും നമ്മുടെ കറിയുടെ ടേസ്റ്റ് കൂടിക്കൂടി വരും, അതാണ് പ്രത്യേകത. ഓക്കെ, ഇത് ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നത്, അതായത് കറികളൊക്കെ ഇപ്പോൾ ഉണ്ടാക്കി തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ട്. നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നിങ്ങൾക്കറിയാമല്ലോ, കറികളിലെല്ലാം ചേർത്ത് കൊള്ളുക, വളരെ നല്ലതാണ്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻസിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഒക്കെ നല്ലതാണ് ഈ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് നമ്മുടെ നല്ല എരിയൻ മുളക് പൊടിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ നമ്മുടെ പിരിയൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്, അതായത് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എരിവ് വേണമെന്നുള്ളവർക്ക് മറ്റേ നമ്മുടെ എരിവൻ മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനിയും ചേർക്കുന്നത് അതായത് നമ്മുടെ മല്ലിപ്പൊടിയാണ്. നല്ല ഫ്രഷ് മല്ലിപ്പൊടി ചേർക്കാൻ നേരം നമ്മുടെ ചിക്കൻ കറിക്ക് നല്ലൊരു നാടൻ മണം, നാടൻ കറികളുടെയൊക്കെ കിട്ടുന്ന ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. മാത്രമല്ല മല്ലിപ്പൊടി ചേർക്കുന്നത് മൂലം നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പൊക്കെ വരും. അതായത് ചാറിനൊക്കെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഓക്കെ, ഇനി ഇത് നമ്മൾ നല്ലപോലെ വഴറ്റി ഇതേപോലെ ഒന്ന് ഈ മസാലകളെല്ലാം മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല നിങ്ങൾക്ക് നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് ഓരോരുത്തരും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഫ്രഷ് ആയിട്ട് പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണം നമ്മുടെ കറിക്ക് കിട്ടും. അതിനുശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതായത് നമ്മുടെ ഗ്രേവി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് നല്ല കുറുക്കിയെടുക്കണം. വെള്ളം ചേർക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കറി കുക്കായി കിട്ടും. അതുമാത്രമല്ല അതിൻ്റെ രുചി നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ തിളച്ച വെള്ളം ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇനിയും ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും രുചിക്കനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഹൈപ്പർ ടെൻഷൻ അഥവാ പ്രഷറൊക്കെ ഉള്ളവർ കുറച്ച് ഉപ്പ് കുറച്ച് ചേർക്കുക, അതാണ് ആരോഗ്യത്തിന് നല്ലത്. ഇപ്പം ഇത് നല്ലതുപോലെ തിളച്ച് എണ്ണയൊക്കെ മുകളിൽ ഇതേപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഗ്രേവി നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കറി പീസ് ഇട്ട് കൊടുക്കാം, അല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയ പീസസ് ആയിട്ടുള്ള പീസാണ് നിങ്ങളുടെ കറിയിൽ വേണമെന്നുള്ളതെങ്കിൽ നിങ്ങൾക്ക് ബിരിയാണി കട്ട് പീസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വലിയ പീസസ്, അതാണ് ഒന്നുകൂടെ നല്ലത്. അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ചിക്കൻ പീസസ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ നമുക്ക് ഇളക്കി, അതായത് നമ്മുടെ ഗ്രേവി ചിക്കനിലൊന്ന് പൊതിഞ്ഞ് എടുക്കണം. അതായത് ചിക്കനിലേക്ക് ഉപ്പും മുളകും മഞ്ഞളും അതിൻ്റെ ഗരം മസാലയുടെ ഫ്ലേവറും എല്ലാം നല്ലതുപോലെ പിടിക്കത്തക്ക രീതിയിൽ ഇതേപോലെ നല്ലതുപോലെ കുഴച്ച് എടുക്കുക. നല്ലതുപോലെ ഇതൊന്ന് മിക്സായി കിട്ടണം, ഇതാണ് അതിൻ്റെ ഒരു പരുവം. അതിനുശേഷം നമുക്ക് ഇതിന് മുകളിലേക്ക് ആവശ്യം പോലെ കറിവേപ്പില ഇട്ട് കൊടുക്കാം.
കറിവേപ്പില നിങ്ങൾക്ക് 2 സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം. ഒന്നാമത് നമ്മൾ സവാളയൊക്കെ വഴറ്റുന്ന പരുവത്തിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അല്ല എങ്കിൽ ഇതുപോലെ ആ ഒരു ചിക്കൻ ചേർത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ചേർക്കുകയാണെങ്കിൽ ചിക്കനിനൊക്കെ നല്ല ആ കറിവേപ്പിലയുടെ ഒരു നല്ല ഫ്ലേവർ കിട്ടും. ഇനി നമുക്ക് അടച്ചു വെച്ച് ഇത് കുക്ക് ചെയ്യാം. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ നല്ലതുപോലെ തിളച്ച് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും ഗ്രേവി ഒന്നും തിക്കായിട്ടില്ല. കുറച്ച് നേരം കൂടി ഇത് കുക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് വെച്ച് കുക്ക് ചെയ്ത് ഗ്രേവി നിങ്ങൾക്ക് വറ്റിച്ചെടുക്കാം. അതായത് നല്ല കുറുകിയ ചാറോട് കൂടി വേണമെങ്കിൽ ഇത് നമുക്കൊന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. അല്ല എങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അന്നേരം നമ്മുടെ ഈസി ഫാസ്റ്റ് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.